ഇൻസൈഡിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഗെയിമിംഗ് ചാനൽ കാര്യങ്ങളൊക്കെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ, ഇൻസൈഡ് ഗെയിമാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തുടക്കം ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടുതലായിട്ടൊന്നുമില്ല. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ചാനലിലെ ലിങ്ക് എല്ലാം ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 4ാമത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ കുറച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലുള്ള ആ ഒരു ഡോറ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ഇതുവരെ ഫോളോ അപ്പ് ചെയ്ത പോലെ തന്നെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ആളെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇതാക്കിയിട്ട് നമുക്ക് ആ ഒരു സംഭവത്തിൽ നമുക്ക് കണക്ട് ആക്കാം. അപ്പോൾ വേറൊരാൾ ഇങ്ങനെ വരും. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ നമുക്ക് മേലൊരു സ്വിച്ച് വരുന്നുണ്ട്. മേലെ നിങ്ങൾക്ക് കാണാം അത്. അപ്പോൾ ആ ഒരു സ്വിച്ചിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ടിലെ ഡോർ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ താഴ്പോയാൽ ഇതിൽ ഈ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ഇതിൻ്റെ മേലെ കയറണം. എന്നിട്ട് ഇവിടെ ഇത് കണക്ട് ചെയ്യണം. ഇത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കലെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കളിക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കും കളിക്കാനായിട്ട്. ഓക്കെ, കുറച്ചൊന്ന് നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. നമുക്ക് കൺഫ്യൂഷൻസ് വരും അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരാളെ എന്ത് ചെയ്യണം, ഈ ഒരു സംഭവം സെറ്റാക്കി വെച്ചിട്ട് എൻ്റെ മേലെ കയറ്റണം. ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ എല്ലാം ശ്രദ്ധിക്കണം. മേലെ നിന്ന് താഴത്തോട്ട് വീഴുമ്പോഴും നമ്മളോട് ശ്രദ്ധിക്കണം. ഇവിടുന്ന് കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ താഴത്തോട്ട് പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടോ, മേലെ ആ ഫ്രണ്ടിലെ ഡോറ് തുറന്നേക്കുന്നത് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അപ്പം ഈ ഒരു ഭാഗത്തെ സംഭവം നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലോട്ടില്ല. ഇവിടെ നമുക്ക് ഇവിടെ ഈ ഡോറ് താഴത്തെ ഡോറില്ലേ, ആ ഡോറ് തുറന്ന് കഴിയുമ്പോൾ അടിയിൽ വെള്ളമാണ് മൊത്തം. അപ്പോൾ ആ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ വീഴണം. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ, അതായത് ആ ഒരു താഴ്ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഈ ഡോറ് തുറക്കണം. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ഈ സംഭവത്തിൽ നമ്മൾ കറക്റ്റായിട്ട് വിടുക. ഓക്കെ, വെള്ളത്തിൽ അറിയാലോ ഒരുപാട് സമയം നമുക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കാം നിങ്ങൾക്ക് ഇതേപോലെ. അപ്പോൾ അങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടാസ്ക്, അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ ഔട്ടായി പോകുന്നതായിരിക്കും. നമുക്ക് ഇനിയിപ്പോൾ ഫ്രണ്ടിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഹിൻ്റ് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും സംഭവം അങ്ങോട്ട് നീക്കിക്കൊണ്ടുപോയിട്ട് നമ്മൾ അതിൻ്റെ മേലെ കയറി സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ആയിരിക്കണം. ഓക്കെ, കണ്ടോ ഇവിടെ ഒരു പിങ്ക് സംഭവം കണ്ടോ, ഇവിടെ ഒരു ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ശ്വാസം മുട്ടും. ഇവിടെ താഴെ കണ്ടോ, താഴെ ഒരു പിങ്ക് സാധനം കണ്ടോ, അതേൽ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോക്സിൻ്റെ ആ ഒരു പീസ് മേലോട്ട് വരും. അപ്പോൾ അതിൽ കയറിയാൽ നമുക്ക് മേലോട്ട് കയറി പോകാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് എന്ത് ചെയ്യാം, അങ്ങോട്ട് നമുക്ക് നീക്കാം. ഓക്കെ, ഇതിൻ്റെ മേലെ കയറാം. ഓക്കെ, ഇനി ഇവിടെ ഒരു സംഭവമുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സ്വിച്ച് കണ്ടോ. അപ്പോൾ ആ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം പൊങ്ങുകയും താഴുകയും ചെയ്യും. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് പിടുത്തം കിട്ടത്തില്ല. ഇത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ചും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു സ്വിച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വെള്ളത്തിൽ നീന്തി മേലോട്ട് കിടക്കുക. ഓക്കെ, മേലോട്ട് വെച്ചാൽ ഇവിടെ ഒരു മേലൊരു ചങ്ങല ഉണ്ടോ. അപ്പോൾ ആ ഒരു ചങ്ങലേനെ മേലെ കയറിയിട്ട് വേണം നമ്മൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്.
പക്ഷേ ആ ഒരു ചങ്ങലയ്ക്ക് പിടുത്തം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബോർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോക്സിൻ്റെ പീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അപ്പുറത്തൊരു സൈഡിലൊരു ഡോറ് കണ്ടില്ല, അപ്പോൾ ആ ഒരു ഡോറിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കിടക്കണം. അവിടെ എന്തെങ്കിലും ഇതിനുള്ളൊരു ഹിൻ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വെള്ളം താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോറ് എന്ത് ചെയ്യും, അടയും. കണ്ടോ, ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹിൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഹിൻ്റ് ഉണ്ടാവും, കാരണം അല്ലെങ്കിൽ ഈ ഒരു ഡോർ ഇവിടെ വെക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് പോകേണ്ടത് മേലോട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ബോക്സ് ഇതുണ്ടോ, ഈ ഒരു ബോക്സ് ഇല്ലേ, അതാണ് ഇവിടുത്തെ ഹിൻ്റ്. അപ്പോൾ ഈ ഒരു ബോക്സ് എന്ത് ചെയ്യാം, നേരെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഓക്കെ സെറ്റ്. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സ്വിച്ചിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വെള്ളം ഉയർത്തുക. വെള്ളം ഉയർത്തി കഴിയുമ്പോൾ ആ ഒരു ബോക്സ് എന്താവും, വരുമല്ലോ. അപ്പോൾ മറ്റേ ഡോറും ക്ലോസ് ആവും. അപ്പോൾ എല്ലാം കറക്റ്റ് ആ ഒരു ടൈം പീരീഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ബോക്സിന് മേലെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ടാസ്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അവിടെ സെറ്റായി. അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ കുറേ ടാസ്കുകളുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ വരുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കളിച്ച ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.